അജ്മീറിലെ ഖാജ തങ്ങൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്? നിങ്ങൾ നോക്കൂ, ഞാൻ നിർത്തട്ടെ. എൻ്റെ ബന്ധപ്പെട്ട ആളുകൾ MLA-മാരും അല്ലാത്തവരും അമുസ്ലിമീങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരും കൂടി പഠിക്കാൻ ഞാനൊരു കാര്യം പറയുകയാണ്. അജ്മീറിൽ ഖാജ തങ്ങൾ വന്നപ്പോൾ അവിടുത്തെ അന്നത്തെ ഭരണാധികാരി പൃഥ്വിരാജൻ എന്ന് പറയുന്ന ആൾ വലിയ റൗഡിയും വലിയ അക്രമിയും പോക്കിരിയുമായിരുന്നു. അവൻ വലിയ ദേഷ്യം. പക്ഷേ ഖാജ തങ്ങളുടെ ചില ചെറിയ കറാമത്തുകൾ കണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അവിടുത്തെ കറാമത്തുകൾ കണ്ട് ഇസ്ലാമിലേക്ക് കുറെ ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഇദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യം വന്നു. ഉടനെ അവിടുത്തെ ഭരണാധികാരി പൃഥ്വിരാജൻ എന്ന് പറയുന്ന രാജാവ് പാസാക്കി അജ്മീറിലെ ഒരു കുളം, ആനാസാഗർ എന്നാണ് ആ കുളത്തിന്റെ പേര് അന്നും ഇന്നും. ആനാസാഗർ से एक कतरा पानी भी मुसलमान नहीं पीना, मुसलमान को ये आना सागर के नजदीक आना नाजाइज है. പാസാക്കി ആനാ സാഗറിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും മുസ്ലിം കുടിക്കാൻ പാടില്ല, മുസ്ലിം അങ്ങോട്ട് വരാൻ പാടില്ല, മുസ്ലിം ഇതിന്റെ അടുത്തേക്ക് വരാൻ പാടില്ല. ആര് പാസാക്കി? പൃഥ്വിരാജൻ പാസാക്കി. അതേസമയത്ത് ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരോടും എല്ലാവരോടും ചോദിക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവായ ഏറ്റവും വലിയ ഇൽമിന്റെ ബഹറായ താജുൽ ഉലമയോട് ചോദിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് ഒരാൾ കാശ് കൊടുത്ത് വാങ്ങിയ പറമ്പിൽ കാശ് കൊടുത്ത് ചെലവഴിച്ച് ഒരു കിണർ കുഴിച്ച് വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആ വെള്ളം എല്ലാവർക്കും ഒരുപോലെ അവകാശമാണ്. അതിൽ നിന്ന് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ജൂതനും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കുടിക്കാനുള്ള ഒരു അധികാരമാണ്. ഒരു മനുഷ്യനെയും സ്വന്തം കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നത് തടയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമമുള്ളത്. അതേ സമയത്ത് പൃഥ്വിരാജൻ പറഞ്ഞു, ഇവിടുത്തെ മുസ്ലിമീങ്ങൾ വെള്ളം കുടിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, എല്ലാവരും പരിഭ്രമിച്ചു, ബേജാറായി. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളോട് ചെന്ന് പറയുന്നു, ഖാജാ, ഞങ്ങൾക്ക് വിഷമമായല്ലോ. ഞങ്ങൾ കുടിക്കുന്ന ഉപയോഗിക്കുന്ന വെള്ളം ഒരു തുള്ളി പോലും മുസ്ലിമീങ്ങൾ എടുക്കാൻ പാടില്ലെന്നല്ല, അതിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ പാടില്ലെന്ന് ഇവിടുത്തെ രാജാവ് പാസാക്കിയിരിക്കുന്നു. ഞങ്ങൾ എന്ത് വേണം? നിങ്ങൾ ചിന്തിക്കൂ. ഖാജയുടെ മറുപടി, എന്നാൽ നിങ്ങൾ പോകണ്ട, നിങ്ങൾ യുദ്ധത്തിനൊന്നും പോകണ്ട, നിങ്ങൾ അക്രമത്തിന് പോകണ്ട. അയാൾ ഇവിടുത്തെ ഭരിക്കുന്ന രാജാവല്ലേ, അദ്ദേഹം പാസാക്കിയത് നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ഒരു കാര്യം നമുക്ക് ചോദിക്കണം. ഒരൊറ്റ പാത്രം വെള്ളം ഇന്ന് നമ്മൾ മുക്കിയെടുക്കുന്നതിന് വിരോധമുണ്ടോ എന്ന് ചോദിച്ച് അദ്ദേഹം സമ്മതം തന്നാൽ ഒരു കൂസിൽ ഒരു പാത്രത്തിൽ നിങ്ങൾ വെള്ളം മുക്കിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അതുപോലെ ആളുകൾ ചെന്ന് ചോദിച്ചു, പൃഥ്വിരാജൻ രാജാവ്, ഒരൊറ്റ പാത്രം ഞങ്ങൾ വെള്ളം മുക്കിയെടുക്കട്ടെ ഇന്ന്, പിന്നെ ഞങ്ങൾ അടുക്കുന്നില്ല, നിങ്ങൾ പറയുന്നത് പോലെ ശരിക്ക് എടുത്തോ എന്ന് സമ്മതം കൊടുത്തു. ഒരു കൂതിൽ വെള്ളം മുക്കിയെടുത്ത് വെള്ളം കൊണ്ടുവന്ന് ഖാജയുടെ കയ്യിലങ്ങ് കൊടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരം വെളുത്ത് അന്ന് രാത്രിയായി നേരം വെളുത്ത് നോക്കുമ്പോൾ കിലോമീറ്റർ നീളമുള്ള, കിലോമീറ്റർ വീതിയുള്ള, മീറ്ററുകളോളം ആഴമുള്ള ആനാസാഗർ കുളത്തിൽ ഒരു തുള്ളി വെള്ളവും ഇല്ല. മുഴുവൻ വെള്ളത്തെയും സൃഷ്ടിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെള്ളത്തെ മുഴുവനും വറ്റിച്ചു കളഞ്ഞു. നേരം വെളുത്തപ്പോൾ ഉണങ്ങി വരണ്ട് വറ്റിപ്പോയി. സുബ്ഹാനല്ലാഹ്, പൃഥ്വിരാജനും പാർട്ടിയുമെല്ലാം ഭയപ്പെട്ടു. ഉടനെ തന്നെ ഖാജയുടെ കാലിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയിട്ട് പറയുന്നു, ഖാജ, ഞങ്ങൾ ഇനി തടയുകയില്ല, ഞങ്ങൾക്ക് വെള്ളം വേണം, കുടിക്കണമെന്ന് പറഞ്ഞു.
സഹോദരന്മാര് ചിന്തിക്കുക. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ എന്തു പറയുന്നു? ഈ കൂതിലെ വെള്ളം അവിടെ കൊണ്ടുപോയി ഒഴിച്ചോ. ഉടനെ അതാ വറ്റിക്കിടക്കുന്ന അനാസാഗറിലേക്ക് ഈ മുക്കിവെച്ച പാത്രത്തിലെ വെള്ളം മുക്കി ഒഴിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക. ആ വെള്ളം കുളത്തിലേക്ക് തന്നെ ഒഴിച്ചപ്പോൾ കുളത്തിലെ വെള്ളം നിറഞ്ഞുപോയി. നിങ്ങൾ മനസ്സിലാക്കണം, 1.5 ലക്ഷം ജനങ്ങൾ അന്നത്തെ ഒറ്റ ദിവസം ഇസ്ലാം മതം സ്വീകരിച്ചു. കേട്ടോ, വാളെടുത്തിട്ട് മുസ്ലിമാക്കിയതല്ല, പണം കൊടുത്തിട്ട് മുസ്ലിമാക്കിയതല്ല, ഭീഷണിപ്പെടുത്തി മുസ്ലിമാക്കിയതല്ല, ഭീകര പ്രവർത്തനത്തിലൂടെ മുസ്ലിമാക്കിയതല്ല, ലവ് മുഖേന മുസ്ലിമാക്കിയതല്ല, മറ്റൊരു വിധേനയും വഞ്ചനയോ ചതിയോ ചെയ്തിട്ടില്ല. നിർബന്ധ മതപരിവർത്തനമില്ല. മറിച്ച് ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ ഖസമ അലല്ലാഹി ലഅബറഹു. അള്ളാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട്, അവർ സത്യം ചെയ്തൊരു കാര്യമങ്ങ് പറഞ്ഞാൽ അള്ളാഹു അത് നടപ്പിൽ വരുത്തും. കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ അള്ളാഹുവിനോട് സത്യം ചെയ്തു പറഞ്ഞു, ആനാസാഗറിലെ വെള്ളം വറ്റിക്കാൻ. അത് വറ്റിച്ചു പോയി. ആ ആനാസാഗറിലേക്ക് ഒരു കൂസിലെ വെള്ളം, ഒരു പാത്രത്തിലെ വെള്ളം രണ്ടാമത് കൊണ്ടുപോയി ഒഴിച്ചപ്പോൾ ആ വെള്ളം വീണ്ടും മടക്കി വന്നു, നിറഞ്ഞില്ലേ? ഇതെന്തൊരു കറാമത്താണ്! അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങൾക്ക്, ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന കറാമത്താണ്. ഈ കറാമത്തിനെ നിഷേധിക്കുന്നവനാണ് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. ഞങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നത്, കറാമത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്താണ്, അള്ളാഹുവിന്റെ കഴിവാണ്. അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടല്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ലെന്നല്ലേ സുന്നികൾ വിശ്വസിക്കുന്നത്, മുസ്ലിം ലോകം വിശ്വസിക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൂടാതെ, അവന്റെ കഴിവ് കൂടാതെ, അവന്റെ സഹായം കൂടാതെ ഇവിടെ ഒരു കൈവിരൽ അനക്കാൻ സാധ്യമല്ല, കണ്ണ് ചിപ്പി തുറക്കാൻ സാധ്യമല്ല, ശ്വാസോച്ഛ്വാസത്തിന് സാധ്യമല്ല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അള്ളാഹുവിന്റെ ഖുദ്റത്തും മശീഅത്തും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഒരു കാര്യം ഓർക്കാൻ പോലും കഴിയില്ലെന്നല്ലേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,